അമ്മ കിടപ്പിലാണ്, അച്ഛന് ജോലിയില്ല, ദാരിദ്ര്യമാണ്. തന്റെ ഒറ്റ വരുമാനത്തിലാണ് വീട് കഴിയുന്നത്. എന്നിട്ടും ദിവ്യമോൾ ബാലഗോപാലിനെ തേടിയെത്തി. ആ പഴയ SFI-കാരന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് കെട്ടിവെക്കേണ്ട തുകയുടെ ഒരു വിഹിതം തന്റെ ശമ്പളത്തിൽ നിന്ന് നൽകാനാണ് ദിവ്യ എത്തിയത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്ന തനിക്ക് തല ചായ്ക്കാൻ ഒരു വീടും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ താൽക്കാലികമായെങ്കിലും ഒരു ജോലിയും സംഘടിപ്പിച്ചു തന്ന സഖാവിന് നൽകാൻ ഇത്രയുമേ തന്റെ കയ്യിലുള്ളൂ എന്ന വിഷമം മാത്രമേ ദിവ്യയ്ക്കുള്ളൂ. എൻ്റെ പേര് ദിവ്യ. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ 2017 MCOM സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച ആളായിരുന്നു. അതിന് അനുമോദനത്തിൻ്റെ ഭാഗമായിട്ട് SFI-കാർ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്നത്. വളരെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നൊരു വീട്ടിലെ ആളാണ് ഞാൻ. പാടുപെട്ട് തന്നെയാണ് MCOM പഠിച്ചിറങ്ങിയത്. റാങ്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ അതിൻ്റെ അനുമോദനത്തിൻ്റെ ഭാഗമായിട്ട് ബാലഗോപാൽ സാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് SFI-യുടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു വീട് വെച്ച് തരുന്ന പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുന്നേ നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ വന്ന് കുറേ നാൾ ആശുപത്രിയൊക്കെ ആയിട്ട് നമുക്ക് വസ്തു ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ SFI-കാരാണ് വസ്തുവിനും പണം കുറച്ച് തന്ന് സഹായിച്ച് നമ്മൾ വസ്തു വാങ്ങി. അതിലിപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അതിന് തന്നെ ആദ്യം ഒരു നന്ദി. ഇപ്പം ബാലഗോപാൽ സഖാവാണ് അതിനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജോലി വാങ്ങിക്കാനായാലും എനിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സാറിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഒത്തിരി നമ്മുടെ കുടുംബപരമായിട്ട് സാർ ഒത്തിരി നമ്മളെ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ തളരാതെ മിടുക്കിയായി പഠിച്ച് 2018 കേരള സർവകലാശാല MCOM പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ദിവ്യയെ അനുമോദിക്കാൻ KN ബാലഗോപാൽ കൊല്ലം കോട്ടമുക്കിലുള്ള വാടക വീട്ടിലെത്തിയിരുന്നു. ലക്ഷ്മിനട ക്ഷേത്രത്തിനു സമീപമുള്ള പൂക്കടയിലെ ജീവനക്കാരനായ അച്ഛൻ ജഗദീശന്റെ ഒറ്റ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന ദിവ്യയുടെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞ ബാലഗോപാൽ SFI-യുടെ 33ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ദിവ്യമോൾക്ക് വീട് നൽകണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതിരുന്ന ദിവ്യയ്ക്ക് അഞ്ചാൽമൂടിനടുത്ത് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകുകയാണ് SFI-കാർ. അടുത്ത മാസത്തോടെ വീടിന്റെ പണി പൂർത്തിയാകും. തുടർ പഠനത്തിന് SFI പ്രവർത്തകർ സഹായം വാഗ്ദാനം നൽകിയെങ്കിലും തനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണെന്ന് വ്യക്തമാക്കിയതോടെ ബാലഗോപാൽ ഇടപെട്ട് ജോലിയും ശരിയാക്കി. തുടർ പഠനത്തിന് SFI-കാർ സഹായം വാഗ്ദാനം നൽകിയെങ്കിലും തനിക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ജോലിയാണെന്ന് വ്യക്തമാക്കിയതോടെ ബാലഗോപാൽ ഇടപെട്ട് ജോലിയും ശരിയാക്കി നൽകിയതായി ദിവ്യ പറയുന്നു. സഖാവിന്റെ വിജയത്തിനായി തന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ദിവ്യ വ്യക്തമാക്കി.